ഞാൻ ഡോക്ടർ അനൂപ്. ഞാൻ വയനാട്ടിലെ കൽപ്പറ്റയിലാണ് താമസിക്കുന്നത്. ഞാനൊരു ഡെൻറ്റിസ്റ്റാണ്. എൻ്റെ ഫാമിലിയിൽ ഞാൻ, വൈഫ്, പിന്നെ 2 പിള്ളേരുണ്ട്. പിന്നെ എൻ്റെ ഫാദർ, മദർ, പിന്നെ എൻ്റെ ഒരു ബ്രദറിൻ്റെ വൈഫ്, കൊച്ച്, ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് താമസിക്കുന്നത്. എനിക്ക് സ്വന്തമായിട്ടൊരു ക്ലിനിക്കുണ്ട് കൽപ്പറ്റയിൽ. വൈഫാണ് ക്ലിനിക്ക് മാനേജ് ചെയ്യുന്നത്. വൈഫും ഡെൻറ്റിസ്റ്റാണ്, മാക്സിലോഫേഷ്യൽ സർജനാണ്. ക്ലിനിക്കിൻ്റെ പേര് റൂട്ട്സ് എന്നാണ്. ഞാൻ MDS കഴിഞ്ഞതാണ്, അപ്പോൾ റൂട്ട് കനാൽ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കൺസൾട്ടേഷനുണ്ട്. നമ്മുടെ ഫാമിലിയിൽ തന്നെ നമ്മൾ പണ്ട് മുതൽ കുറച്ച് ഓട്ടോമൊബൈൽ ഇൻട്രസ്റ്റൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു. ഫാദർ മുതൽ തന്നെ അത്യാവശ്യം നല്ല കാറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിലും ബ്രദറാണെങ്കിലും ഞങ്ങൾക്ക് 2 പേർക്കും ഓട്ടോമൊബൈൽ ഇൻട്രസ്റ്റ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരു 2 ഇയേഴ്സായി വണ്ടി എടുത്തിട്ട്. ഡെയിലി ഡ്രൈവിനാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 40,000 കിലോമീറ്റേഴ്സിൻ്റെ മുകളിൽ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വയനാട്ടിലെ ടെറൈൻ ആയതുകൊണ്ട് നമുക്ക് സെഡാനെക്കാട്ട് ഞാൻ അതുകൊണ്ടാണ് പിന്നെ ഒരു SUV-ലേക്ക് പ്രിഫർ ചെയ്യാൻ കാണുന്നത് കൂടുതലായിട്ട്. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ഈ വയനാട്ടിലൊരു കുന്നുമലയൊക്കെ കയറിയുള്ള അങ്ങനത്തെ ഒരു ടെറൈനിൽ കൂടെ ഓടിക്കാനൊക്കെ വളരെ നല്ല കംഫർട്ടായിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ നമ്മൾ അത്യാവശ്യം ലോങ് ട്രിപ്പുകളും അത്യാവശ്യം പോകാറുണ്ട്. അപ്പം വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഫാമിലിയായിട്ട് പോവുകയാണെങ്കിലും ബാക്ക് സീറ്റ് ആണെങ്കിലൊക്കെ വളരെ നല്ല കംഫർട്ടാണ് വണ്ടിയിൽ. GLAയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പെർഫോമൻസ് ആണ് വണ്ടിയുടേത്. പണ്ടത്തെക്കാൾ എനിക്ക് തോന്നുന്നത് മെർക്കിൻ്റെ വണ്ടികളിൽ ഉള്ളതിനെക്കാട്ടൊക്കെ ഇപ്പം അവർ കുറച്ചുകൂടെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. വേറെ കുറച്ച് വണ്ടികൾ ഓടിച്ചപ്പോഴും വളരെ നല്ല സീറ്റിംഗ് കംഫർട്ടാണ്. പിന്നെ പിള്ളേർക്കാണെങ്കിൽ ആംബിയൻ ലൈറ്റിങ്ങും പാനോറമിക് സൺറൂഫൊക്കെയാണ് അവരുടെ ഒരു താല്പര്യം എന്ന് പറയുന്നത്. ഞാൻ വണ്ടി എടുത്തത് ബ്രിഡ്ജ് വേ മോട്ടോഴ്സ് എന്നാണ്, കാലിക്കറ്റ് എന്നാണ് എടുത്തത്. ഇർഷാദായിരുന്നു നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ബ്രിഡ്ജ് വേയുടെ ഭാഗത്തുണ്ടായ കസ്റ്റമർ സർവീസ് ആണെങ്കിലും പിന്നെ വെഹിക്കിൾ എക്സ്പീരിയൻസ് ആണെങ്കിലും ഒക്കെ ഞാൻ വളരെ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു അപ്ഗ്രേഡ് നമ്മൾ ഉണ്ടാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് മെർക്കിൽ നിന്ന് തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. നമ്മളിപ്പോൾ ആക്ച്വലി വീട്ടിൽ ഒരുപാട് വേറെ നോർമൽ കാർസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വണ്ടിയിൽ പോകുന്ന സമയത്ത് നമുക്ക് അതിൻ്റേതായിട്ടുള്ള പ്രിഫറൻസസ് കിട്ടാറുണ്ട് പലയിടത്തും. നമ്മൾ പേഷ്യൻസിൻ്റെ കാര്യത്തിൽ പറയുന്ന പോലെ തന്നെ വണ്ടികളുടെ കാര്യത്തിലായാലും നമുക്ക് ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു ട്രസ്റ്റ് വേണം. അപ്പം എനിക്ക് ബെൻസുമായിട്ട് ആ ഒരു ട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നല്ലൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു 2 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ബെൻസിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്.